ഹായ്, എസ്.എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് വന്നത് കുറച്ച് സ്ത്രീകളുടെ സൈക്കോളജി എന്താണെന്നുള്ളതാണ്. അതായത് വുമൺ സൈക്കോളജി. അതിനെക്കുറിച്ച് കുറച്ച് പോയിന്റ്സ് ആണ്, 4-5 കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. കുറേ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്, സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും സൈക്കോളജി ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന നല്ല കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഓരോരോ വീഡിയോയിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം സ്ത്രീകളുടെ സൈക്കോളജി എന്തൊക്കെയാണെന്നുള്ളത്. ഇതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, പലപ്പോഴും സ്ത്രീകൾ സൈലൻ്റ് ആയിട്ടിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്താണെങ്കിലും ആൾ ചിലപ്പോൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്നോട് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അവളിങ്ങനെ മിണ്ടാതിരിക്കുന്നത്, ഇങ്ങനെ പലരും ചിന്തിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയല്ല. അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വിഷമമുണ്ട്, എന്തോ ഒരു രീതിയിൽ ആൾ ഹേർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് മിക്കപ്പോഴും അവരിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക. ഇത് ഒട്ടുമിക്ക സ്ത്രീകളിലും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. മിക്ക സ്ത്രീകളിലും നമ്മളിത് കാണാറുണ്ട്. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും വിഷമം വരുന്ന സമയത്ത് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കും. ചിലപ്പോൾ പ്രതികരിക്കണമെന്നില്ല, പലരും പ്രതികരിക്കാറുണ്ട്. എന്നാൽ ചിലർ പ്രതികരിക്കാറ് പോലും ഇല്ല, ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുക. അത് ആ ഒരു വിഷമം മാറുന്നത് വരെ ആളിങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കും. ഞാൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെ തന്നെയാണ്. സ്ത്രീകളുടെ സൈക്കോളജി വെച്ചിട്ട് ഇതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടിയോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചോദിക്കുമ്പോഴോ നിങ്ങൾ അടുത്തുണ്ടാകുമ്പോഴോ ഒക്കെ ആൾ സൈലൻ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് എന്ന് ചിന്തിക്കരുത്. നേരെ മറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ടത്, ആളുടെ ഉള്ളിൽ വിഷമം ഉണ്ടാക്കിയിട്ടുള്ള എന്തോ കാര്യമുണ്ട്, ആഴത്തിൽ വിഷമിപ്പിച്ചിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട്. സോ അതിൻ്റെ വിഷമം കൊണ്ടാണ് അവരെങ്ങനെ ഇരിക്കുന്നത് എന്ന് വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. ഒന്നില്ലെങ്കിൽ അത് ചോദിച്ച് മനസ്സിലാക്കുക. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? സ്ത്രീകൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ അവർക്കത് പറയണം. അവർക്കത് പറഞ്ഞു കഴിഞ്ഞാലാണ് പകുതിയോളം ആ വിഷമം ഒന്ന് കുറയാം. പുരുഷന്മാരെന്ന് പറയുമ്പോൾ ആരോടും അത് ഷെയർ ചെയ്യില്ല. അവർക്ക് കുറച്ച് സമയം തനിയെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആളൊന്ന് കുറച്ച് ഓക്കെ ആവും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പെൺകുട്ടിയോ അങ്ങനെ ആരാച്ചാൽ അവർ ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കുക, എന്താണ് പ്രശ്നം എന്നുള്ളത് ചോദിക്കുക. ഒരു 1-2 പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ ആൾ പറയും. ഫസ്റ്റത്തെ പ്രാവശ്യം ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ സാധ്യതയൊന്നുമില്ല, പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യമൊക്കെ ചോദിക്കുമ്പോൾ ആൾ എന്താണ് കാര്യം എന്നുള്ളത് പറയും. അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിലുള്ള വിഷമം പകുതിയോളം കുറഞ്ഞു പോവും. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, അവരിങ്ങനെ ദേഷ്യം വന്നതുപോലെ നിൽക്കുക, അതേപോലെ സൈലൻ്റ് ആയിട്ട് മിണ്ടാതിരിക്കുക, എന്ത് ചോദിച്ചാലും വലിയ രീതിയിലുള്ള ആൻസർ ഒന്നും ഇല്ലാതിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളെ വെറുത്തത് കൊണ്ടോ നിങ്ങളോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടോ അല്ല അവരങ്ങനെ ഇരിക്കുന്നത്. പകരം അവരെ ഹേർട്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, മിക്ക സ്ത്രീകളും ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ് അല്ലെ. ഇങ്ങനെ ഇവർ ഓവർ തിങ്ക് ചെയ്യുന്നത്, അതിന്റെ പുറകിലുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിട്ടെന്ന് വിചാരിക്കുക. അപ്പൊ അവർക്ക് എന്തോ അതിലൊരു ഫീൽ ചെയ്തിട്ടുണ്ട്, ആ ഒരു സംഭവം ഇതുവരെ ക്ലിയർ ആയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്ന് വിചാരിക്കാം. അപ്പം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചതായിട്ട് ഭാര്യയ്ക്ക് മനസ്സിലായി എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത് ഭർത്താവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആള് പറഞ്ഞു, പക്ഷെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ആൻസർ കിട്ടിയില്ല. അങ്ങനെ ആവുമ്പോൾ ഈ ഭാര്യ പിന്നെയും അതിനെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ആ പറഞ്ഞത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കുമോ, ഈ രീതിയിൽ ഓവർ തിങ്ക് ചെയ്യും എന്നുള്ളതാണ്. സ്ത്രീകളുടെ കാര്യം പറയേ വേണ്ട. പൊതുവേ ഓവർ തിങ്കിൻ്റെ അതായത് ഓവർ തിങ്ക് ഭയങ്കരമായിട്ടുള്ളവരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുഞ്ഞൊരു കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും അതിലിങ്ങനെ ചിന്തിച്ചിങ്ങനെ കൂട്ടുന്ന ആളുകളായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പൊതുവെ സ്ത്രീകൾ ഓവർ തിങ്ക് ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഇതുവരേക്കും അവർക്ക് തൃപ്തിപരമായിട്ടുള്ള എന്തോ ഒരു കാര്യം ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഏതൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന രീതിയിലുള്ള ഒരു ആൻസർ അല്ല അവിടെ നിന്ന് കിട്ടിയത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് മറ്റൊരു മനഃശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, സ്ത്രീകൾ പൊതുവെ അവർക്ക് ഉണ്ടായിട്ടുള്ള ഒരു നെഗറ്റീവ് ഫീല് മറക്കാത്ത ആളുകളാണ്. അത് ഒട്ടുമിക്ക സ്ത്രീകളും അങ്ങനെ തന്നെയാണ്. അവർക്ക് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് ഫീൽ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ കാര്യം മനസ്സിൽ എങ്ങനെ വെക്കും. ചിലപ്പോൾ പ്രതികരിക്കില്ല, ചിലപ്പോൾ പ്രതികരിക്കാറേ ഉണ്ടാവില്ല, പക്ഷെ ആളത് ഒരിക്കലും മറക്കില്ല. മരണം വരെ മറക്കില്ല എന്ന് പറയില്ലേ, ആ ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മൾ പൊതുവെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും, സ്ത്രീകൾ
ഇപ്പം പ്രഗ്നൻ്റ് ആവുന്ന സമയത്തും ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാലും അങ്ങനെ അവർക്ക് ആ ഒരു സമയത്ത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ മറക്കാൻ കഴിയില്ല എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് വളരെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്തതും അവർ മറക്കില്ല, വളരെ മോശമായിട്ട് അവരോട് ബിഹേവ് ചെയ്തതും അവർ മറക്കില്ല എന്ന് പറയില്ലേ? അതേപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. അവർക്ക് വളരെ ചെറുപ്പത്തിലാണ് എന്നുണ്ടെങ്കിൽ പോലും, ഒന്ന് ഓർമ്മ വെച്ച പ്രായത്തിലാണെന്നുണ്ടെങ്കിൽ പോലും തെറ്റായ രീതിയിലോ മോശമായ രീതിയിലോ ആരെങ്കിലും ബിഹേവ് ചെയ്തു, ആൾക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ മരണം വരെ ആ ഒരു കാര്യവും മറക്കില്ല, ആ ഒരാളോടുള്ള വെറുപ്പും പോവില്ല എന്നുള്ളതാണ്. എത്രയൊക്കെ ആളെ സ്നേഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും സ്നേഹിക്കാനും പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലാണ് സ്ത്രീകളുടെ ഒരു മനസ്സെന്ന് പറയുന്നത്. അവര് ഒരു കാര്യത്തിൽ പ്രതികരിക്കുന്നുണ്ടാവില്ല, പക്ഷെ മരിക്കുന്നവരെ ആ ഒരു കാര്യം മറക്കില്ല. അതൊരിക്കലും ആ ഒരു ഇൻസിഡന്റ് ആലോചിക്കുക എന്നുള്ളതല്ല, അവർക്ക് അപ്പുണ്ടായിട്ടുള്ള ആ ഒരു ഫീല് അത് അവർക്ക് ഒരിക്കലും വിടാനോ മറക്കാനോ കഴിയില്ല. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾ ഒരിക്കലും ഒരു പുരുഷനെ സ്നേഹിക്കുന്നത് ആ ആളുടെ ഒരു ലുക്ക് കൊണ്ട്, ഭംഗി കൊണ്ടല്ല, നേരെ മറിച്ച് അവൾക്ക് കിട്ടുന്ന ഒരു കെയർ കൊണ്ടാണ്. അതിപ്പോൾ സ്ത്രീകൾ ആരെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ഫ്രണ്ടിനെ ചൂസ് ചെയ്തു എന്നുണ്ടെങ്കിൽ തന്നെ ഏറ്റവും ക്ലോസ് ആയിട്ട് ആ ഒരു ഫ്രണ്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അവൾക്ക് കിട്ടുന്ന കെയർ ആണ്. അതായത് അവൾ ഒരുപാട് നിങ്ങൾ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവൾ നിങ്ങളെ വിട്ടു പോവില്ല. മാത്രമല്ല, നിങ്ങൾക്ക് തരുന്ന ആ ഒരു സ്ഥാനം മറ്റാർക്കും കൊടുക്കൂല്ല. അപ്പോൾ ഒരാളെ സ്നേഹിക്കുമ്പോൾ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ നോക്കുക അവളെ കെയർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, പുരുഷന്മാർക്ക് വേണ്ടത് കെയറിങ് അല്ല, നേരെ മറിച്ച് മനസ്സിലാക്കൽ മാത്രമാണ്. എന്നാൽ സ്ത്രീകൾക്ക് വേണ്ടത് കെയറിങ് ആണ്, നല്ല രീതിയിൽ അവരെ കെയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ കെയർ ചെയ്യുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരെ ഒത്തിരി ഇഷ്ടപ്പെടും. ആ ആളെ ആയിരിക്കും ചിലപ്പോൾ അവർ ലൈഫിൽ പാർട്ട്ണറായിട്ട് പോലും ചൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കെയർ ചെയ്യുന്ന ആളുകളെയാണ് മിക്ക സ്ത്രീകളും ചൂസ് ചെയ്യാറുള്ളത്. ഇനി ലാസ്റ്റത്തെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത്, സ്ത്രീകൾ മിക്കവരും അവർ സ്നേഹിക്കുന്ന പുരുഷനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അത് റിജക്ഷൻ എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല, അതായത് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നേരെ മറിച്ച് ആള് എങ്ങനെയാണ്, ഇപ്പോൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇപ്പം ഞാനുമായിട്ട് തന്നെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആൾ എങ്ങനെ സോൾവ് ചെയ്യുക, എങ്ങനെ എന്നോട് പ്രതികരിക്കുക, ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മിക്ക സ്ത്രീകളും പുരുഷന്മാരെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അവരെന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടിട്ട് പോകാൻ വേണ്ടിയിട്ടാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നോ ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. നേരെ മറിച്ച് ചെറിയൊരു ടെസ്റ്റ് മാത്രമാണത്, അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂളായ രീതിയിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് അവർക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ആ ഒരു പ്രോബ്ലം ഹാൻഡിൽ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾ വിജയിച്ചു, അത് നിങ്ങൾക്ക് കഴിയുമ്പോൾ എന്നുള്ളത് തന്നെയാണ് മിക്ക സ്ത്രീകളും നോക്കാറുള്ളത്. ഇത് പല രീതിയിലായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ചിലപ്പോൾ നേരിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ വഴക്കുകളോ കാര്യങ്ങളോ ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കാം, എന്നോട് അവൻ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ഇവളിങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളെ ടെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവുക. അത് ലൈഫിൽ ആളെപ്പോഴും സേഫ് ആയിരിക്കും എന്നൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയുള്ള സ്ത്രീകളുടെ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതല്ലാണ്ട് കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ്. അധികം ആർക്കും അറിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നത് കുറച്ച് പേർക്ക് കുറേയൊക്കെ അറിയുന്നുണ്ടായിരിക്കാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാനൊന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ ഇങ്ങനെ സ്ത്രീകളുടെ സൈക്കോളജി ഒന്നും അറിയാത്ത, ഇങ്ങനെ അവരോട് ബിഹേവ് ചെയ്യണം എന്നൊന്നും അറിയാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്